ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കട്ടിങ് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണുക. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സെയിം കളർ നൂലൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. റൗണ്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ലൈനിങ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് പിൻ ചെയ്യുക. എന്നിട്ട് ഈ ലൈനിങ് പീസിൻ്റെ അരികത്തുകൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു ചോക്ക് കൊണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ വരയിൽ കൂടി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതുപോലെ വളവൊക്കെ വരുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തി വേണം നമ്മൾ തുണി കറക്റ്റ് ചെയ്യാനെ കൊണ്ട്. ധൃതിയൊന്നും കാണിക്കാൻ പാടില്ല. വളരെ പതുക്കെ ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്ത് ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് ഈ കർവ് വരുന്ന ഭാഗങ്ങളിൽ ചെറിയ കട്ട് കൊടുക്കണം. അത് ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാനെ കൊണ്ട്. അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. ഇനി ഈ പിന്നൊക്കെ ഊരി മാറ്റിയിട്ട് നമുക്ക് ഈ ലൈനിങ് തിരിച്ചിട്ടിട്ട് നഖം കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടിച്ചു കൊടുക്കണം. ഇതുപോലെ നെക്കിൻ്റെ അടിവശത്തുകൂടി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു 4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ അരിവ് വശം രണ്ട് ഭാഗത്തുള്ള അരിവ് വശം ഇതുപോലെ താഴെ വരെ നമ്മൾ മടക്കി അടിക്കണം. താഴെ വരെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി അടിച്ചും കൊടുക്കണം. ഇതേ രീതിയിൽ തന്നെയാണ് ബാക്ക് പാർട്ട് നമ്മൾ ചെയ്യുന്നത്. സെയിം റൗണ്ട് നെക്ക് വെച്ചിട്ട് ലൈനിങ് വെച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡറാണ്. അതിന് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ചേർത്ത് വെക്കാം. അതായത് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം വരുന്നിടം ഒരുപോലെ പിടിച്ചു വെച്ചിട്ട് മുകളിലുള്ള ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ തിരിച്ച് ബാക്കിലേക്കാക്കി കൊടുക്കണം. പുറകിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്ത ഷോൾഡർ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാണ്ട് ഷോൾഡർ നല്ല വൃത്തിക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവിനുള്ള പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 പീസ് എടുക്കുക. എന്നിട്ട് അതിനെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അത് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ പതിച്ചടിക്കുകയാണ്. അപ്പം നമുക്ക് സ്ലീവ് റെഡിയാവും. ഇനി ഇതിൻ്റെ രണ്ട് സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ടും കൂടെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ഷോൾഡറിൽ വെച്ച് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. തുണി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ടോപ്പിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർന്നായിരിക്കും ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കുഴിച്ചു വെട്ടിക്കൊടുത്ത ഭാഗം ഫ്രണ്ടിൽ തന്നെയാണോ വന്നിട്ടുള്ളതെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കട്ടിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്ലീവ് പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 സ്റ്റിച്ച് ഇട്ടൊക്കെ കൊടുക്കണമെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇത് ഇരിക്കത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തോടെ ഒന്ന് പതിച്ചടിക്കുക. ഞാൻ അത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ സ്ലീവിൻ്റെ അടിവശത്ത് ഒരു പട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ചിലൊരു തുണി എടുത്തിട്ട് സ്ലീവിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലൊരു വി ഷേപ്പിൽ വരച്ചിട്ട് അതേ രീതിയിൽ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ വി ഷേപ്പിൻ്റെ ഭാഗത്ത്
എന്നിട്ട് ഈ വി ഷേപ്പ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ടത് തിരിച്ച് വെച്ചിട്ട് പതിച്ചടിക്കുക. ഇതുപോലെ നമ്മൾ പതിച്ചടിക്കുക. എന്നിട്ട് ഇനി പോലെ അരിവ് വശം നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഷേപ്പ് ചെയ്യാണ്. സ്ലിറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തി ഇതുപോലെ തിരിച്ച് ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം മറുവശം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലിറ്റ് അടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഈ സ്ലിറ്റ് അതായത് ഇതുപോലെ 1/4 ഇഞ്ച് 1/4 ഇഞ്ചിൽ മൊത്തം 1/2 ഇഞ്ചിൽ ഇതുപോലെ മടക്കി വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിന് മുകളിലെത്തുമ്പോൾ നമ്മൾ ഈ നമ്മൾ സ്ലിറ്റിൻ്റെ ഷേപ്പിൽ വന്ന് നിർത്തിയില്ലേ, അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ തുണി സൂചി കുത്തി നിർത്തിക്കൊണ്ട് തുണി തിരിച്ച് വേണം അടുത്ത സൈഡിൽ നമ്മൾ സ്ലിറ്റ് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കാനെ കൊണ്ട്. വേറെ രീതിയിലും ചെയ്യാം. ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ 2 വശത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലിറ്റും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ളത് ടോപ്പിൻ്റെ താഴ്ഭാഗം അരി വടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ സിമ്പിൾ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.